ദില്ലി നിയമസഭയിലേക്കുള്ള നിയമസഭാ ഇലക്ഷൻ അടുത്ത മാസമാണ്. രാജ്യം കാത്തിരിക്കുന്ന നിയമസഭാ ഇലക്ഷനുകളിൽ ഒന്നാണത്. 70 സീറ്റുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും സുപ്രധാനമായ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ നേരിട്ട് പങ്കെടുക്കുന്ന നിയമസഭാ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ, മാത്രമല്ല ഡൽഹിയിലെ നിയമസഭാ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും ഒരുപാട് ഡൽഹിയിലെ ഇലക്ഷന് കിട്ടാറുണ്ട്. മാത്രമല്ല ചെറിയൊരു ഏരിയ മാത്രമുള്ള ഡൽഹിയും ഡൽഹിക്ക് പുറത്തുള്ള ആ ഇലക്ഷന് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ശ്രദ്ധകളുമുണ്ട്. ദേശീയ തലത്തിൽ രാഷ്ട്രീയത്തിൽ തന്നെ ഒരുപാട് നിർണ്ണയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആ ഇലക്ഷൻ ഉണ്ടാവുകയും ചെയ്യാം. കഴിഞ്ഞ 2 തവണയായിട്ടും ആം ആദ്മി പാർട്ടിയാണ് ഡൽഹി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ ഡൽഹിയിലെ എല്ലാ സീറ്റുകളും ജയിച്ചത് BJPയുമാണ്. ലോക്സഭയിലേക്ക് BJPയും നിയമസഭയിലേക്ക് ആം ആദ്മി പാർട്ടിയുമാണ് ഡൽഹിയിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ അത് മാറ്റുമെന്നാണ് ഒരു സമയത്ത് തുടർച്ചയായിട്ട് 3 തവണ ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യത്തിലായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത്. പക്ഷേ ആ സഖ്യത്തിൻ്റെ മെച്ചമൊന്നും ആ മണ്ഡലങ്ങളിൽ 2 പേർക്കും ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിന് കിട്ടിയില്ല. ഇന്ത്യ സഖ്യമായിട്ടായിരുന്നു മത്സരിച്ചത്. പക്ഷേ ലോക്സഭാ ഇലക്ഷന് ശേഷം പിന്നെ ഹരിയാന കണ്ടപ്പോഴത്തേക്കും ഹരിയാനയിൽ പരസ്പരം മത്സരിക്കുകയായിരുന്നു അവർ. ഇവിടെ ഡൽഹിയിലും അവർ പരസ്പരം മത്സരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾ കോൺഗ്രസിനൊപ്പമല്ല. കോൺഗ്രസിനൊപ്പം നിൽക്കാതെ സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിയോടൊപ്പമായിരുന്നു. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായിട്ടുള്ള ശിവസേന, ഉദ്ധവ് ഠാക്കറെ വിഭാഗവും ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്രയും മുംബൈയും വെച്ച് നോക്കുമ്പോഴത്തേക്കും ശിവസേന, ഉദ്ധവ് ഠാക്കറെ വിഭാഗത്തിന് ഡൽഹിയിൽ കാര്യമായ സ്വാധീനമേ ഇല്ല എന്ന് പറയാം. പക്ഷേ ഇത് മുന്നോട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ BJP ഒരുപാട് പുറമോട്ടടിപ്പിച്ചത് ഇന്ത്യ സഖ്യം എന്ന സഖ്യമായിരുന്നു. ആ സഖ്യ രൂപീകരണമായിരുന്നു BJPക്ക് ഒരുപാട് തിരിച്ചടി ഉണ്ടാക്കിയത്. ആ ഇന്ത്യ സഖ്യം ഇപ്പോൾ പിളരാൻ പോവുകയാണ് എന്ന രീതിയിലുള്ള കാര്യമാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമുള്ള നിയമസഭാ ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യം ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. അതിന് കോൺഗ്രസ് താല്പര്യമെടുത്തിരുന്നില്ല. മാത്രമല്ല അതിനുശേഷം പിന്നെ ഒരുപാട് തവണയായിട്ട് ഇന്ത്യ സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് താല്പര്യപ്പെടുന്നില്ല എന്ന് പല പാർട്ടികൾ തുടർച്ചയായിട്ട് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഡൽഹി നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ആം ആദ്മി പാർട്ടിക്ക് പിന്തുണയുമായിട്ട് സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ഇപ്പോൾ ശിവസേന, ഉദ്ധവ് ഠാക്കറെ വിഭാഗം രംഗത്തിറങ്ങിയിട്ടുള്ളത്. അത് മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ സൂചകമുണ്ട്. ആ സൂചകം വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു പാർട്ടികൾ ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നതാണ് ആ സൂചകം. കോൺഗ്രസ് പലപ്പോഴായിട്ട് ഒറ്റപ്പെട്ടു പോവുകയാണ്. BJPക്കെതിരായിട്ടുള്ള ആ പോരാട്ടത്തെ പലപ്പോഴും പിറകിൽ നിന്ന് കുത്തുന്നത് കോൺഗ്രസ് ആണ് എന്ന ആക്ഷേപവും ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ മാറ്റി നിർത്തി മറ്റ് പ്രാദേശിക പാർട്ടികളെല്ലാം കൂടി ഒരുമിച്ച് പോവുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലോട്ടുള്ള സൂചകങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല ഇപ്പോൾ ഉദ്ധവ് ഠാക്കറെ വിഭാഗം ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ്. കോൺഗ്രസിനൊപ്പമല്ല എന്ന നിലപാടെടുത്തിരിക്കുകയാണ്. അത് ഒരുപാട് നിർണായകമാകാൻ പോകുന്ന വേറെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ കൂടിയുണ്ട്. എന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിൽ തദ്ദേശ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മുംബൈ കോർപ്പറേഷൻ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ആ മുംബൈ കോർപ്പറേഷൻ ഇലക്ഷനകത്ത് ശിവസേനയും കോൺഗ്രസും ഒരുമിച്ചാണോ ഇന്ത്യ സഖ്യമായിട്ടാണ് മത്സരിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ശിവസേന, ഉദ്ധവ് ഠാക്കറെ വിഭാഗം BJPയുമായിട്ട് അടുക്കുകയാണ് എന്ന രീതിയിൽ വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 3 തവണയാണ് ഉദ്ധവ് ഠാക്കറെയും മകൻ ആദിത്യ ഠാക്കറെയും BJPയുടെ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫഡ്നാവിസുമായിട്ട് ചർച്ച നടത്തിയത്. അത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചയാണ് അവർ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും 3 തവണ ഒരു മാസത്തിനിടെ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്കും അവർ വീണ്ടും ഒന്നിക്കാൻ പോവുകയാണോ എന്ന ചോദ്യം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന തദ്ദേശ ഇലക്ഷനകത്ത്, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ മുംബൈ കോർപ്പറേഷനിലെ തദ്ദേശ ഇലക്ഷനകത്ത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരിക്കും. കേരളത്തിനെ പോലുള്ള സംസ്ഥാനത്തേക്കാൾ വലിയ ബജറ്റുള്ള ഒരു കോർപ്പറേഷനാണ് മഹാരാഷ്ട്രയിലെ മുംബൈ. അതുകൊണ്ട് തന്നെ മുംബൈ കോർപ്പറേഷൻ ഇലക്ഷൻ വളരെ നിർണായകവുമാണ്. ആ സമയത്താണ് ഇത്തരം നീക്കുപോക്കുകൾ, മാത്രമല്ല ഇത്തരം ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒറ്റപ്പെടുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വളരെ വലിയ ചോദ്യമാണ്. കോൺഗ്രസ് ഒറ്റപ്പെടുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിന് താല്പര്യമില്ലാതെ പ്രതിപക്ഷ കക്ഷികൾ പറയുന്ന സമയത്താണ് ഓരോരോ പ്രതിപക്ഷ കക്ഷിയായിട്ട് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അത് ഡൽഹിയിലെ നിയമസഭാ ഇലക്ഷൻ്റെ ഫലത്തെ ബാധിക്കുമോ ഇല്ലയോ എന്ന് അടുത്ത മാസം അറിയാൻ സാധിക്കും. കഴിഞ്ഞ 2 തവണ ശക്തമായ ആത്മവിശ്വാസത്തോടെയാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോയത്. പക്ഷേ അതുപോലത്തെ സിറ്റുവേഷൻ അല്ല ഇത്തവണ ഉള്ളത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ രാജി, മാത്രമല്ല 2ഓളം മന്ത്രിമാർ ഇപ്പോൾ ഓൾറെഡി കേസിൻ്റെ ഭാഗമായിട്ട് അകത്തായിരുന്നു. അവർ പുറത്തു വന്നതിൻ്റെ കേസുകൾ, പിന്നെ മുഖ്യമന്ത്രിയെ മാറ്റി അതീഷ് ബർലയാണ് മുഖ്യമന്ത്രി ആയത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോകുന്നത്. പക്ഷേ 2019 ലോക്സഭ ഇലക്ഷൻ്റെ അതേ സിറ്റുവേഷനിലല്ല ഇപ്പോൾ 2024 ലോക്സഭ ഇലക്ഷന് ശേഷം BJP ഉള്ളത്. അതുകൂടി
വ്യക്തമായിട്ട് പരിഗണനയ്ക്ക് എടുക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രവചനാതീതമായ ഒരു നിയമസഭ ഇലക്ഷനാണ് ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുന്ന. അതിനൊപ്പം തന്നെ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് എന്ന പുതിയ സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ സഖ്യം ഒരു പിളർപ്പിലേക്കോ എന്ന ചോദ്യം കൂടി ഇപ്പോൾ ചോദിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു.